ഹായ് ഫ്രാൻസ്, ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനെന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മുടെ ജാസ്മിൻ ഇന്നലെ കണ്ണാടി ടാസ്ക് ഉണ്ടല്ലോ, കണ്ണാടി നോക്കി അവരുടെ കാര്യങ്ങൾ, അതിലെല്ലാ കാര്യങ്ങളും ജാസ്മിൻ പറയും. ജാസ്മിൻ അറിയാം പുറത്തിറങ്ങിയാലുള്ള സിറ്റുവേഷൻ എങ്ങനെ തരണം ചെയ്യണം എന്നെല്ലാം ജാസ്മിൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ജാസ്മിൻ ചെയ്യുന്നത്. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് നീ ശരിയെന്ന് ചെയ്യണം. മറ്റുള്ളവർ പുറത്ത് നിന്നോട് കുറേ പേര് നിനക്ക് എതിർപ്പുണ്ടായിരിക്കും. അവർ നീ പുറത്തിറങ്ങി കഴിയുമ്പോൾ നിന്നോട് പല രീതിയിലും നിന്നോട് ദേഷ്യപ്പെടും. നീ അതെല്ലാം തരണം ചെയ്യണം, നിനക്ക് ഒരുപാട് കാട്ടണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ജാസ്മിൻ പറയും. അപ്പം ജാസ്മിന് പുറത്തെക്കുറിച്ച് നല്ലതായിട്ട് അറിയാം. നല്ലതായിട്ട് മീൻസ് നന്നായിട്ട് അറിയാം പുറത്ത് കാര്യങ്ങൾ എന്തൊക്കെ നടക്കുന്നത്, നെഗറ്റീവാണെന്നും ഒക്കെ ജാസ്മിന് നല്ല രീതി അറിയാം. ഇതിന് ഒരു പക്ഷേ നെഗറ്റീവ് ആകാൻ കൂടുതൽ ഉത്തരവാദി ജാസ്മിൻ തന്നെയല്ലേ, വേറെ ആരുമല്ലല്ലോ. ജാസ്മിൻ ഗബ്രി ആയിട്ടുള്ള കോംബോ പലർക്കും ഇഷ്ടപ്പെട്ടില്ല, എനിക്കും ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് വിശ്വസിക്കുന്നു. പല ആളുകളും നമ്മുടെ കമൻറ്റ് ബോക്സ് ഇപ്പോഴും ഇടുന്നുണ്ട്. പക്ഷെ ആ കോംബോയാണ് കൂടുതൽ നെഗറ്റീവ് വന്നത്. ഇതിനെല്ലാം ഉത്തരവാദി ജാസ്മിൻ തന്നെയാണ്. പക്ഷെ ജാസ്മിൻ അറിയാം പുറത്തിറങ്ങിയാൽ എങ്ങനെയാണ് തരണം ചെയ്യുന്നത്, അല്ലെ പുറത്തിറങ്ങിയാൽ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയാം. ഇന്നലെ കണ്ണാടിയെ നോക്കി സംസാരിക്കുന്ന ആ ടാസ്കിൽ ജാസ്മിൻ അതേക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അല്ല ജാസ്മിൻ ഒന്നും അറിയാതെ ചുമ്മാ അവിടെ പൊട്ടിയായിട്ട് ഗെയിം കളിക്കുന്നതല്ല. ജാസ്മിൻ എല്ലാം അറിയാം, പുറത്തെ കാര്യങ്ങൾ അറിയാം, അകത്തെ കാര്യങ്ങൾ അറിയാം. പിന്നെ ഫാദറൊക്കെ വന്നപ്പോൾ അവരുടെ ഉമ്മയും ബാപ്പയും വന്നപ്പോൾ അവർ സംസാരിച്ചതും ഒക്കെ ജാസ്മിൻ. പിന്നെ നമ്മുടെ സായി വന്നപ്പോൾ പറഞ്ഞു എല്ലാ കാര്യങ്ങളും നന്നായിട്ടുണ്ട്. പിന്നെ ജാസ്മിൻ പറയുന്നുണ്ട് എൻ്റെ ഭാഗത്തും തെറ്റുണ്ടായിട്ടുണ്ട്, ഞാനത് സമ്മതിക്കുന്നു. അപ്പം ജാസ്മിൻ അറിയാം ജാസ്മിൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ജാസ്മിന് ഇതുണ്ടെന്നൊക്കെ ജാസ്മിന് നന്നായിട്ട് അറിയാം. അല്ലാതെ ജാസ്മിൻ അവിടെ ചുമ്മാ ഒന്നും അറിയാതെ നിൽക്കുന്ന ഒരു കുട്ടിയല്ല. അപ്പോൾ ജാസ്മിൻ എല്ലാം നന്നായിട്ട് അറിയാം. പക്ഷെ ജാസ്മിൻ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുത്തി വെച്ചത്. അത് ജാസ്മിൻ തന്നെയാണ് ഇങ്ങനെ. എന്തിനാണ് ഗബ്രി ആയിട്ടുള്ള കൊമ്പ പിടിക്കുക? ഒറ്റയ്ക്ക് നിൽക്കുവാണെങ്കിൽ ജിൻഡോനൊക്കെ ഇനി ടോപ്പി വരുമായിരുന്നു. നല്ല രീതിയിൽ അത്യാവശ്യം ആളുകളോട് സംസാരിക്കുന്ന കൂടെ ആണെങ്കിൽ കപ്പ് നമ്മുടെ ജാസ്മിനെ കിട്ടുള്ളായിരുന്നു. പക്ഷേ അങ്ങനെ എല്ലാവരും ആ കുട്ടി അവിടെ ചെയ്തത്. അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ജാസ്മിൻ എന്ന് ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, പറഞ്ഞു പോയത് കൂട്ടത്തിൽ അതിൻ്റെ പേര് തന്നെ ആരും ചീത്ത വിളിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.